കെ ബാബുവിനെതിരായ വാർക്കോഴ കേസിൽ വിജിലൻസ് ഒരന്വേഷണവും നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ത്വരിതാന്വേഷണത്തിന് പകരം വിജിലൻസ് നടത്തിയത് മാനുവലിലില്ലാത്ത പ്രാഥമിക അന്വേഷണമെന്നും വിവരാവകാശ രേഖ. ബാബുവിനെ രക്ഷിക്കാൻ സർക്കാർ തലത്തിൽ അരങ്ങേറിയ കള്ളക്കളി പുറത്ത്. രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കെ ബാബുവിനെതിരെ അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് നടത്തിയത് പ്രാഥമിക അന്വേഷണമാണ്. വിജിലൻസ് മാനുവലിൽ ഇങ്ങനെ ഒരു അന്വേഷണ രീതി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് വിജിലൻസ് നൽകുന്ന മറുപടി. കൂടാതെ ബാബുവിനെതിരെ പ്രിലിമിനറി എൻക്വയറി 1/2015 EKM എന്ന നമ്പറിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും വിജിലൻസ് തന്നെ പറയുന്നു. 5 തരം അന്വേഷണ രീതിയാണ് വിജിലൻസിനുള്ളത്. മിന്നൽ പരിശോധന, രഹസ്യാന്വേഷണം, വിജിലൻസ് അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസ് കേസ്. ഈ പറയുന്നതിലേതെങ്കിലും ഒരു അന്വേഷണം മാത്രം നടത്താൻ അധികാരമുള്ള വിജിലൻസ് ബാബുവിൻ്റെ പേരിൽ നടത്തിയത് നിയമപ്രകാരമുള്ള അന്വേഷണമല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. മന്ത്രി KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ വിജിലൻസ് ചട്ടങ്ങളിൽ എവിടെയും പറയാത്ത അന്വേഷണം അവലംബിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് നിയമവിദഗ്ധരും പറയുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് പ്രിലിമിനറി എൻക്വയറി മാനുവലിലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. മന്ത്രി ബാബു അല്ലെങ്കിൽ മറ്റേത് മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളായിക്കോട്ടെ, ആരോപണം വരുന്നു, ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ പ്രാഥമികമായ ലക്ഷ്യമാണ്. 1997 സിറാജുദ്ദീൻ കേസിനെ തുടർന്ന് സുപ്രീം കോടതി നിർത്തലാക്കിയതും വിജിലൻസ് ഉപേക്ഷിച്ചതുമായ അന്വേഷണ രീതി ഈ കേസിൽ പ്രയോഗിക്കുക വഴി വിജിലൻസ് രക്ഷിക്കാൻ ശ്രമിച്ചത് ബാബുവിനെ തന്നെയാണ്. കോടതിയിൽ ഒരിക്കലും നിലനിൽക്കാത്ത ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മന്ത്രി ബാബുവിനെ രക്ഷിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ബിജു രമേശിന്റെ രഹസ്യമൊഴിയിൽ തനിക്കെതിരെ പരാമർശമില്ലെന്ന ബാബുവിന്റെ വാദം പൊളിയുന്നു. ബാബുവിന് പല തവണകളായി പണം നൽകിയിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ബിജു രമേശ്. രഹസ്യമൊഴിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. KM മാണിയുടെ രാജിക്ക് ശേഷം ബാർക്കോഴ ആരോപണത്തിന്റെ കുന്തമുന തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 164 സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞില്ലല്ലോ, ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അന്നും ഇതേ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റിൽ എന്നെക്കുറിച്ച് പറയാൻ ചെന്ന ആ കാര്യം പറഞ്ഞ് 164 സ്റ്റേറ്റ്മെന്റിലും എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് കേസിനൊരു ബലം ഉണ്ടാക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ കൊണ്ടുതന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ബാബുവിന്റെ ഈ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് മാണിക്കെതിരെ ബിജു രമേശ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ 164 പ്രകാരമുള്ള മൊഴി തെളിയിക്കുന്നു. 2015 മാർച്ച് 30 നൽകിയ മൊഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോ വർഷവും ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ബാർ അസോസിയേഷൻ പിരിച്ച് മന്ത്രി കെ ബാബുവിനും അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലും അസോസിയേഷൻ ഭാരവാഹികൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ബിജു രമേശ് വ്യക്തമായി തന്നെ പറയുന്നു. 2012-13 വർഷത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രീ ബജറ്റ് മീറ്റിംഗിൽ ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. ബാറുകളുടെ പ്രവർത്തന സമയം കുറച്ച സാഹചര്യത്തിൽ ലൈസൻസ് ഫീ ആനുപാതികമായി കുറയ്ക്കണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ആവശ്യപ്പെട്ടു. 1 രൂപ പോലും കുറയ്ക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. യോഗം പിരിഞ്ഞ ശേഷം ലൈസൻസ് ഫീ 30 ലക്ഷം രൂപയാക്കണമെന്ന ആവശ്യത്തിൽ ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. തുടർന്നുള്ള ചർച്ചയിൽ മന്ത്രി 10 കോടി രൂപ ആവശ്യപ്പെടുകയും ലൈസൻസ് ഫീ 25 ലക്ഷം രൂപയാക്കി തരാമെന്ന് പറയുകയും കൃഷ്ണദാസ് അത് 23 ലക്ഷം രൂപയാക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 23 ലക്ഷം രൂപയാക്കി നിജപ്പെടുത്തുകയും ചെയ്തതായും 164 സ്റ്റേറ്റ്മെന്റിൽ ബിജു രമേശ് പറയുന്നു. കൂടാതെ ബാർ ലൈസൻസുകൾക്ക് 25 ലക്ഷം രൂപ വീതവും ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് 15 ലക്ഷം രൂപ വീതവും എലഗന്റ് ഹോട്ടൽ ഉടമ ബിനോയിയെ ഏജന്റാക്കി വെച്ച് മന്ത്രി കെ ബാബു വാങ്ങിച്ചതായും 164-ൽ ബിജു രമേശ് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ മന്ത്രി കെ ബാബു കോഴ വാങ്ങിയതിന്റെ വിവരങ്ങൾ വ്യക്തമായി ബിജു രമേശ് 164-ൽ വിശദീകരിച്ചിട്ടുള്ളപ്പോഴാണ് പൊള്ളയായ വാദവുമായി മന്ത്രി കെ ബാബു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയതായി ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. ആദ്യ ഗഡുവായ 50 ലക്ഷം രൂപ താൻ നേരിട്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിച്ചുവെന്നും ബിജു രമേശ് വിജിലൻസിന് നൽകിയ മൊഴിയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മൊഴിപ്പകർപ്പും പീപ്പിൾ TV പുറത്തുവിട്ടു. 2013 ഫെബ്രുവരിയിൽ ചേർന്ന എക്സൈസ് പ്രീ ബജറ്റ് ഡിസ്കഷനിലാണ് മന്ത്രി കെ ബാബു 10 കോടി രൂപ ആവശ്യപ്പെട്ടത്. 22 ലക്ഷമായിരുന്ന ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചുവെന്നും അത് കുറയ്ക്കണമെങ്കിൽ 10 കോടി രൂപ നൽകണമെന്നുമായിരുന്നു ആവശ്യം.
ഈ സമയം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ, ഭാരവാഹികളായ ധനേഷ്, കൃഷ്ണദാസ്, ബിനോയ് എലഗൻസ്, യമഹ സുരേന്ദ്രൻ എന്നിവരും തന്നോടൊപ്പമുണ്ടായിരുന്നു. മന്ത്രിയുടെ ആവശ്യത്തെ തുടർന്ന് അസോസിയേഷന്റെ യോഗം ചേർന്ന് 1.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുടമകളിൽ നിന്നും പിരിക്കാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് അതത് ജില്ലാ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത പണം സെക്രട്ടറി ധനേഷിനെ ഏൽപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്ത 50 ലക്ഷം രൂപ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിച്ചത് താനും തന്റെ ജനറൽ മാനേജർ രാധാകൃഷ്ണനും സുഹൃത്ത് റസീഫും ചേർന്നാണ്. ഈ സമയം മന്ത്രിയുടെ ഓഫീസിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും ധനേഷും കൃഷ്ണദാസും ഉണ്ടായിരുന്നു. പണം മന്ത്രിയുടെ സെക്രട്ടറി സുരേഷ് പയ്യയാണ് ഏൽപ്പിച്ചത്. ബാക്കി തുക രാജ്കുമാറും കൃഷ്ണദാസും കൂടിയാണ് മന്ത്രി പറഞ്ഞ പ്രകാരം പല സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകിയത്. ധനമന്ത്രി കെ.എം. മാണിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രിക്കും കുരുക്ക് മുറുകുന്നു എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. KG ദിനകർ, തിരുവനന്തപുരം. മന്ത്രിമാർക്ക് നൽകാൻ ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ചുവെന്ന് ബാർ അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി CD ജോഷി വെളിപ്പെടുത്തി. 30 ലക്ഷം രൂപ പിരിച്ചുവെന്നും ഏതൊക്കെ മന്ത്രിമാർക്ക് പണം നൽകിയെന്ന് അറിയില്ലെന്നും ജോഷി പറഞ്ഞു. ഇക്കാര്യം സംസ്ഥാന ഭാരവാഹികൾക്കറിയാം എന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സ്റ്റേറ്റ് കമ്മിറ്റിക്കാർ ഉടനെ നമ്മളിവിടെ വന്ന് ജില്ലാ മീറ്റിംഗ് വിളിച്ച് ഉടനെ 105 ബാറുകാരുടെ കയ്യിൽ നിന്ന് രൂപ പിരിച്ച് 2-3 ലക്ഷം രൂപ പിരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപ എത്തിച്ചു. ഫസ്റ്റ് 10 ലക്ഷം രൂപ എത്തിച്ചു, രണ്ടാമത് 20 ലക്ഷം രൂപ എത്തിച്ചു. അങ്ങനെ 30 ലക്ഷം രൂപ ടോട്ടൽ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ജില്ല ഒരാളും തൊടിപ്പിച്ചിട്ടില്ല. ഏതെല്ലാം മന്ത്രിമാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രി കെ ബാബുവിനും കോൺഗ്രസിനുമെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും KM മാണി. കഴിഞ്ഞ ദിവസം ബാബുവിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ തുടർച്ചയെന്നോണമാണ് മാണി ഇന്നും ബാബുവിനെതിരായ ഒളിയമ്പുകളുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രി കെ ബാബുവിനെതിരെ KM മാണി ഒളിയമ്പ് ചെയ്തത്. ബാർ കോഴക്കേസിൽ മന്ത്രി ബാബുവിനെതിരെയാണ് കൂടുതൽ തെളിവുകളുള്ളതെന്നും ബാബുവിന് പണം നേരിട്ട് നൽകിയെന്നാണ് ബിജു രമേശിന്റെ ആരോപണമെന്നുമായിരുന്നു മാണി പറഞ്ഞത്. തനിക്കെതിരായ ആരോപണത്തെ നിസ്സാരവൽക്കരിക്കാനും മാണി ശ്രമിച്ചു. തനിക്ക് നേരിട്ട് പണം നൽകിയെന്ന് ബിജു രമേശ് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മാണിയുടെ ന്യായം. ബാർ കോഴക്കേസിൽ തന്നെ കൊടുക്കാനുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങളിൽ മാണിക്കുള്ള അതൃപ്തിയാണ് ബാബുവിനെതിരായ പരാമർശമെന്ന് സൂചനകളുണ്ടായിരുന്നു. അത് ശരിവയ്ക്കും വിധമാണ് ഇന്ന് മാണിയുടെ മറുപടി വന്നിരിക്കുന്നത്. ബാബു തൻ്റെ നല്ല സുഹൃത്താണ്, ബാബുവിന് നന്മ മാത്രം വരട്ടെ എന്നാണ് തൻ്റെ ആഗ്രഹമെന്നായിരുന്നു മാണിയുടെ ഇന്നത്തെ പ്രതികരണം. ഫലത്തിൽ താൻ പുറത്തായതോടെ ഇനി അടുത്ത ഊഴം ബാബുവിൻ്റേതാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് മാണി. തൻ്റെ കഴുത്തിൽ വീണ അതേ കുരുക്ക് കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെ തിരിച്ചു ചേരുന്നതിൻ്റെ സന്തോഷം കൂടി മാണിയുടെ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം. പ്രശ്നത്തിൽ മാണിയോട് കാണിച്ചത് ഇരട്ടത്തപ്പാണെന്ന കേരള കോൺഗ്രസ് എം നേതാവ് KJ ദേവസ്യയുടെ അഭിപ്രായം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കാര്യം വ്യക്തം. ബാബുവിനെ കുറിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറയേണ്ടത് ധാർമ്മികത പറഞ്ഞ് ഉറഞ്ഞു കൊള്ളുന്ന KPCCയുടെ 2ാം തരം നേതാക്കന്മാരാണ്. സുധീരനും അത് രംഗത്ത് വരട്ടെ, സുധീരനും എല്ലാവരും രംഗത്ത് വരട്ടെ. കാരണം ഈ ധാർമ്മികതയ്ക്ക് 2 രീതിയുണ്ട്. എല്ലാ കാര്യത്തിനും ഇവിടെ 2 രീതിയാണ്, 2 നീതിയാണ്, 2 വീക്ഷണമാണ്. അത് ശരിയല്ലല്ലോ. ന്യൂസ് ഡെസ്ക്. ബാർ കോഴക്കേസിൽ ഇരട്ട നീതി എന്ന മാണിയുടെ ആക്ഷേപം അന്വേഷിക്കണമെന്ന് മന്ത്രി PJ ജോസഫ്. UDF ഇക്കാര്യം പരിശോധിക്കണമെന്നും ജോസഫ് ആവശ്യപ്പെട്ടു. ഈ ഉണ്ടായിരിക്കുന്ന പരാതിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റും UDF നേതൃത്വവും ആ കാര്യം വളരെ വസ്തുനിഷ്ഠമായി ഗൗരവമായി പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടതി വിധിക്കെതിരെ KM മാണി. തന്റെ അസാന്നിധ്യത്തിലെ കോടതി വിധി ആധികാരികതയില്ലെന്ന് മാണി. ധനവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ യാത്രയപ്പിനിടെയാണ് മാണിയുടെ പരാമർശം. അതിപ്പോൾ എൻ്റെ ആബ്സെൻസിലും എന്നെ കേൾക്കാതെയും ഒരു നീതിപീഠത്തിൽ നിന്ന് എന്തെങ്കിലും കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയ റെലവൻസ് ഇല്ല, വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ടതുമില്ല. ബാർക്കോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ളയും. ബാബുവിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. അദ്ദേഹത്തിനെതിരായി ഫലപ്രദമായ അന്വേഷണം നടത്താനുള്ള നടപടി വിജിലൻസിൻ്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. 2 നീതി നടപ്പാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത്. മാണിക്കൊരു നീതി, ബാബുവിന് മറ്റൊരു നീതി. ഇത് ഇരട്ടത്താപ്പ് സമീപനമാണ്. വിജിലൻസ് നിയമാനുസൃതമായി പ്രവർത്തിക്കണം. അതിന് വിജിലൻസിനെ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ ഗൗരവതരമായ ആക്ഷേപങ്ങളാണ് ശ്രീ കെ ബാബുവിനെതിരായി ഉയർന്നു വന്നിരിക്കുന്നത്. വിശേഷിച്ചും മുൻ ധനമന്ത്രി തന്നെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കണം. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും ബാബുവിന് തുടരാൻ അർഹതയില്ല.
കേരളത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ UDFന് പാളിച്ചകൾ സംഭവിച്ചുവെന്ന് KPCC നിർവാഹക സമിതി യോഗത്തിൽ വിമർശനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും കാരണമായി. വിവരങ്ങളുമായി ഇപ്പോൾ MR സജേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. MR സജേഷ്, ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് KPCCയിൽ ഉയർന്നത്? വിശദാംശങ്ങൾ. അജിംഷാദ്, തെരഞ്ഞെടുപ്പ് അവലോകനത്തിനിടെ ബാർക്കോഴ കേസും KPCC യോഗത്തിൽ ചർച്ചയാവുകയാണ്. ബാർക്കോഴ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ഇടയാക്കിയെന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കേസിൽ രണ്ട് തരം നീതിയാണെന്ന ആരോപണം UDFനകത്തു നിന്ന് തന്നെ വരുന്നു. PJ കുര്യൻ KPCC നിർവാഹക സമിതി യോഗത്തിൽ ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞു. ഒരു മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്ക് എതിരെ ഒരേ തരത്തിൽ ആരോപണം വരുന്നു. ഒരാളോടുള്ള സമീപനമല്ല മറ്റൊരാളോട് കാണുന്നത്. ഇത് ശരിയായ നീതിയാണോ എന്ന ചോദ്യമാണ് PJ കുര്യൻ KPCC നിർവാഹക സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. അതോടൊപ്പം നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ BJPയെ പ്രതിരോധിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായെന്ന പൊതുവികാരം KPCC യോഗത്തിൽ ഉണ്ടായി. ഒട്ടേറെ നേതാക്കൾ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അധ്യക്ഷ പ്രസംഗത്തിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ തന്നെ BJP SNDP സഖ്യത്തെ പ്രതിരോധിക്കുന്നതിൽ അവർക്കെതിരെയുള്ള പ്രചാരണത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന സൂചനകളോടെയാണ് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, തൃശൂർ DCCകൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ വീഴ്ച ഉണ്ടായതായുള്ള വിലയിരുത്തലും KPCC യോഗത്തിൽ ഉണ്ടായി. തിരുവനന്തപുരം DCC പിരിച്ചുവിടണമെന്ന അഭിപ്രായം പോലും യോഗത്തിൽ ഉയർന്നു. തിരുവനന്തപുരത്ത് VS ശിവകുമാർ െതിരെ വലിയ ആരോപണം യോഗത്തിലുണ്ടായി. BJPയുമായി ധാരണയുണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം മുൻനിർത്തിയാണ് BJPയുമായി ധാരണയുണ്ടാക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ രീതിയിൽ ഇടപെട്ടു. BJPക്ക് താല്പര്യമുള്ള ശരി, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. UDF മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ആദ്യം RSP പുറത്തു വരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം BJPയെ പ്രതിരോധിക്കുന്നതിൽ UDF പരാജയപ്പെട്ടുവെന്ന് RSPയും പറഞ്ഞു. UDFൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നുവെന്നും ബാർക്കോഴ വിവാദം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിച്ചുവെന്നും RSP സംസ്ഥാന സെക്രട്ടറി A. അസീസ് പറഞ്ഞു. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ RSPയെ തോൽപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് കോവൂർ കുഞ്ഞുമോൻ MLAയും പറഞ്ഞു. RSP UDF ബന്ധം എത്ര നാൾ തുടരുമെന്ന് പറയാൻ കഴിയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാലുവാരിയെന്നും LDFുമായി തൊട്ടുകൂടായ്മയില്ലെന്നും കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. അവർ വ്യക്തമായ UDF വിരുദ്ധ നിലപാട് സ്വീകരിച്ച് പുറത്തു വരട്ടെ. അതിനവർ തയ്യാറുണ്ടോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങൾ പാർട്ടി വിലയിരുത്തിയപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ചോർന്നു പോയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു ശീലം വെച്ചുകൊണ്ട് പോയാൽ ഒരിക്കലും അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. ഞങ്ങളെപ്പോലെയുള്ള പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സ്ഥാനാർത്ഥിയെ തരിക, ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി റിബലുകളെ നിർത്തുക, ഘടകകക്ഷികൾക്ക് കൊടുത്ത സീറ്റിൽ അവരുടെ പാർട്ടി ചിഹ്നം കൊടുക്കുക വേറൊരാൾക്ക് വേണ്ടി, അങ്ങത് ശരിയല്ല. കൈരളി TVക്ക് അമേരിക്കയിൽ നിന്ന് പുതിയ വെബ്സൈറ്റ്. കൈരളി USA.com എന്ന വെബ്സൈറ്റ് ഈ മാസം 21-ന് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 6ാമത് കോൺഫറൻസിൽ ഉദ്ഘാടനം ചെയ്യും. വെബ്സൈറ്റിൽ കൈരളി USA ന്യൂസ്, അമേരിക്കൻ ഫോക്കസ്, അമേരിക്കൻ കഫേ, ഡോക്ടർ റോയി P. തോമസിൻ്റെ ഹെൽത്ത് ടിപ്സ് എന്നീ പരിപാടികൾ തത്സമയം പ്രേക്ഷകർക്ക് കാണാനാകും. അമേരിക്കയിലെ കോഡിയ ടെക്നോളജി INC ആണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത്.